ഓം ശ്രീ മഹാദേവി നമഃ. ശ്രീദേവി മഹാത്മ്യം. നമ്മൾ അർഗള സ്തോത്രമാണ് അർത്ഥം പറയുന്നത്. അത് പാരായണം ചെയ്യുക എന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ദേവി മഹാത്മ്യത്തിൻ്റെ പ്രധാന ഭാഗമായ ദേവീ കവചം നമ്മൾ പാരായണം ചെയ്യുന്നതിന് മുൻപായി അർഗള സ്തോത്രം പാരായണം ചെയ്യണം എന്ന് ശാസ്ത്രം പറയുന്നു. അതനുസരിച്ചുള്ള അർഗള സ്തോത്രം, ദേവീ അർഗള സ്തോത്രമാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. 19ാമത്തെ ശ്ലോകം. ഇന്ദ്രാണി പതി സൽഭാവ പൂജിതോ പരമേശ്വരി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദുഷജഹി. എന്തൊക്കെയാണ്? ഇന്ദ്രാണി പതി സൽഭാവ പൂജിതോ. ദേവി ഇന്ദ്രാണിയുടെ പതിയാൽ പൂജിക്കപ്പെട്ടു. ഇന്ദ്രാണി എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ്റെ പത്നി. അപ്പോൾ ദേവേന്ദ്രനാൽ സൽഭാവത്തോടുകൂടി പൂജിക്കപ്പെട്ടു. ദേവേന്ദ്രൻ ദേവിയെ പൂജിച്ചു. അങ്ങനെ പൂജിച്ചതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് ഇന്ദ്രാണി ദേവേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട്, ദേവേന്ദ്രൻ ഒരിക്കൽ കാലദോഷം നിമിത്തം നിന്ദ്യമായ ഒരു പാപം ചെയ്തതിൻ്റെ പേരിൽ അപ്രത്യക്ഷനായി. ആരുടെയും മുന്നിൽ ചെല്ലാതെ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദേവി ഭാഗവതത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രാണിക്ക് പതിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്ദ്രാണി കളങ്കമില്ലാതെ ദേവിയെ ആരാധിച്ചു. അങ്ങനെ ദേവി ഇന്ദ്രാണിക്ക് ദേവേന്ദ്രൻ ഇരുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു എന്നാണ് കഥയിൽ പറയുന്നത്. ഒരു പൊയ്കയിൽ താമര വളയത്തിനകത്ത് ഒളിഞ്ഞിരുന്നു. ആ സമയം ദേവിയെ ആരാധിച്ച് ഇന്ദ്രാണി ആ സ്ഥലം ഇന്ദ്രനെ കണ്ടെത്തിയെന്ന് ദേവി ഭാഗവതം പറയുന്നു. അപ്പോൾ ഇന്ദ്രാണി പതി പൂജിത, ഇന്ദ്രാണിയുടെ പതിയാൽ പൂജിക്കപ്പെട്ടു, ഇന്ദ്രാണിയാലും പൂജിക്കപ്പെട്ടു. ആ ദേവിയോട് പറയുകയാണ്, രൂപം തന്നാലും ജയം തന്നാലും യശസ്സ് തന്നാലും അതേപോലെ തന്നെ ദുഷജഹി, ശത്രുനാശം വരുത്തിയാലും ശത്രുക്കളെ ഇല്ലായ്മ ചെയ്താലും കാമക്രോധ ലോപാദി മോഹ മതമാത്സര്യങ്ങളാകുന്ന തമോ വികാരങ്ങളെ നമ്മളിൽ നിന്ന് മാറ്റി അപ്രത്യക്ഷമാക്കിയാലും എന്ന് ദേവിയോട് പറയുന്നു. അടുത്തത് 20ാമത്തെ ശ്ലോകം. ദേവി പ്രചണ്ഡദോർദണ്ഡ ദൈത്യദർപ്പ വിനാശിനി. ദേവി എങ്ങനെയുള്ള ആളാണ്? അത്യന്തം ശക്തിയുള്ള പ്രചണ്ഡം, അത്യന്തം ശക്തിയോടുകൂടിയ ബഹുദണ്ഡങ്ങളോടുകൂടിയ, ദോർദണ്ഡം ഒരുപാട് ദണ്ഡങ്ങളോടുകൂടിയ ദൈത്യന്മാർ, അസുരന്മാർ യുദ്ധത്തിന് വരുമ്പോൾ അവരുടെ കയ്യിൽ പലതരം ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങളെക്കുറിച്ചാണ് അത്യന്ത ശക്തിയുള്ള മാരകമായ ബഹുദണ്ഡങ്ങളോടുകൂടിയ അസുരന്മാരുടെ അഹങ്കാരത്തെ, അവരെ ഓടി വരുന്നത് എങ്ങനെയാണ്? ദർപ്പത്തോടു കൂടിയാണ്, അഹങ്കാരത്തോടു കൂടിയാണ്. ആ ദർപ്പത്തെ നിശേഷം നശിപ്പിക്കുന്നവളെ ദേവിയുടെ അടുത്ത് വന്നാൽ ആ അഹങ്കാരം മുഴുവൻ ഇല്ലാതാക്കും, ഒട്ടും തന്നെ ഇല്ലാതാക്കും ദേവി. അങ്ങനെയുള്ള അല്ലയോ ദേവി, രൂപം തന്നാലും ജയം തന്നാലും കീർത്തി തന്നാലും എൻ്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്താലും എന്ന് എല്ലാ വരികളിലും പറയുന്നുണ്ട്. അത് തന്നെ ഇവിടെയും പറയുന്നു. 21ാമത്തെ ശ്ലോകം. ദേവി ഭക്തജനോദ്ധാമ ദത്താനന്ദോദയോ അംബികി. എന്താണ് ദേവിയുടെ ഒരു വിശേഷണം? ഭക്തജനോദ്ധമന്മാർ എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങളിൽ ശ്രേഷ്ഠന്മാർ. ഭക്തജനോദ്ധാമ ദത്താനന്ദോദയ അംബിക എന്നാണ്. ഭക്തജനങ്ങളിൽ ഉദ്ധാമന്മാരായിട്ടുള്ളവർ, ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ, അവർക്ക് ദാനം ചെയ്യുന്നതായ ആനന്ദോദയത്തോടു കൂടിയ ആനന്ദ ഉദയം പരാശക്തിയായ അംബികെ. അപ്പോൾ ഭക്തന്മാരിൽ തന്നെ ശ്രേഷ്ഠന്മാരായ ആളുകൾക്ക് ആനന്ദം, ഏറ്റവും കരകളഞ്ഞ ഭക്തിയുള്ളവരാണ് ഭക്തന്മാരിലെ ശ്രേഷ്ഠന്മാർ. അവർക്ക് ദാനം ചെയ്യുന്ന ആനന്ദത്തോടു കൂടിയ പരാശക്തിയായ അംബികെ, ഭക്തജനോ ഉത്തമന്മാർക്ക് മോക്ഷത്തെ കൊടുക്കുന്ന അല്ലയോ ജഗദംബികെ എന്നും പറയാം. എനിക്ക് രൂപം തന്നാലും ജയം തന്നാലും കീർത്തി തന്നാലും എൻ്റെ ഉള്ളിലുള്ള ശത്രുക്കളെ ഇല്ലായ്മ ചെയ്താലും. 22
പത്നി മനോരമാം ദേഹി മനോവൃത്താനുസാരിണീം താരിണീം ദുർഗസംസാര സാഗരസ്യ കുലോത്ഭവ. മനോവൃത്തിയെ അനുസരിക്കുന്നവളായും പത്നിയും. എങ്ങനെയുള്ള പത്നി? ആ പത്നിയുടെ വിശേഷണങ്ങളാണ് ഈ അപേക്ഷിക്കുന്ന ആള് പത്നിയുടെ വിശേഷണങ്ങളാണ് ചോദിക്കുന്നത്. സെയിം പത്നിയുടെ വിശേഷണം ചോദിക്കുന്നതോടൊപ്പം തന്നെ പതിയുടെ വിശേഷണമാകാം, അത് പുരുഷനുമാകാം സ്ത്രീയുമാകാം ചോദിക്കുന്നത്. അപ്പോൾ മനോരമാം ദേഹി മനോവൃത്താനുസാരിണിയും. എന്താണ് മനോരമാം ദേഹി? മനോവൃത്തിയെ അനുസരിക്കുന്നവളും കടക്കാൻ കഴിയാത്ത സംസാരസാഗരത്തിൽ നിന്ന് കരകയറ്റുന്നവളും സൽക്കുലത്തിൽ ജനിച്ചവളും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നവളുമായ ഭാര്യയെ തന്നാലും. മനോരമാം എന്ന് പറഞ്ഞാൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നവൾ. പിന്നെന്താണ് മനോരമാം? പിന്നെ മനോവൃത്തി അനുസാരിണി, മനോവൃത്തിയെ അനുസരിക്കുന്നവളായും. പിന്നെ താരിണീം ദുർഗ സംസാര സാഗരസ്യ, തരണം ചെയ്യാൻ. താരിണീം ദുർഗമം, തരണം ചെയ്യാൻ ദുർഗമമായ സംസാര സാഗരത്തെ അതിൽ നിന്ന് കരകയറ്റാൻ കഴിയുന്നവൾ. ആ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റാൻ കഴിയുന്നവളും സൽക്കുലത്തിൽ ജനിച്ചവളായും സൽക്കുലത്തിൽ ജനിച്ചവളായും ഉള്ള ഭാര്യയെ തന്നാലും. ഇത് തന്നെ മറിച്ചും ആവശ്യപ്പെടാം. അങ്ങനെയുള്ള ഭർത്താവിനെ തന്നാലും. അപ്പോൾ ആ കുടുംബജീവിതത്തിൻ്റെ സന്തുഷ്ടിക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ്. എന്നിട്ട് രൂപം തന്നാലും, ദേഹം ശത്രുവിനെ നശിപ്പിച്ചാലും, ജയം തന്നാലും, കീർത്തി തന്നാലും, അത് ചോദിക്കുന്നുണ്ട്. അടുത്തത് 23-ാമത്തെ ശ്ലോകം. ഇതം സ്തോത്രം പഠിത്വ തു മഹാസ്തോത്രം പഠേന്നര സ തു സപ്തശതീ സംഖ്യാവരം ആപ്നോതി സമ്പദഃ. എന്തൊക്കെയാണ്? നര ഇതം സ്തോത്രം പഠിത്വ. നരൻ, മനുഷ്യൻ, ഇതം സ്തോത്രം, മനുഷ്യൻ ഈ സ്തോത്രത്തെ പഠിച്ചിട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്ത്, മഹാസ്തോത്രം അതായത് ദേവീ മാഹാത്മ്യമാണ് ഇവിടെ മഹാസ്തോത്രം. അതിൻ്റെ ശാഖോപശാഖകളാണ് ബാക്കിയെല്ലാം. മഹാസ്തോത്രം ദേവീ മാഹാത്മ്യത്തെ പഠേൽ തു സ തു, അതായത് പാരായണം ചെയ്യുന്നു എങ്കിൽ അവൻ. തു എന്ന് പറയുമ്പോൾ അവൻ എന്നാണ്. പാരായണം ചെയ്യുന്നു എങ്കിൽ അവൻ സപ്തശതീ സംഖ്യാവരം, സപ്തശതീ പാരായണം കൊണ്ട് ഉണ്ടാകുന്ന പുണ്യത്തിന്. ദേവീ മാഹാത്മ്യത്തിൻ്റെ 700 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതിനാണ് സപ്തശതി എന്ന് പറയുന്നത്. സപ്തശതി 7 × 100 700. അങ്ങനെ 700 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ആ കീർത്തനം പാരായണം ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പുണ്യത്തിന് എത്രമാത്രം പരിണാമമുണ്ടോ അത്രമാത്രം അർഗളാസ്തോത്രത്തിനുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ സപ്തശതി സംഖ്യാവരം, സപ്തശതി പാരായണം കൊണ്ടുണ്ടാകുന്ന പുണ്യത്തിന് എത്രമാത്രം പരിണാമം ഉണ്ടാകുന്നുവോ അത്രമാത്രം എന്തിനുണ്ടാകും? സമ്പദ ആപ്നോതി, അത്രമാത്രം സമ്പത്തുകളെ പ്രാപിക്കുന്നു. അതായത് യാതൊരുവൻ ഇങ്ങനെ അർഗളാസ്തുതിയെ പഠിച്ചിട്ട് സപ്തശതിയെ ജപിക്കുന്നുവോ അവൻ തന്നെ സപ്തശതിയുടെ ജപസംഖ്യ കൊണ്ടുണ്ടാകാവുന്ന ഫലത്തെ പ്രാപിക്കുന്നു. അത്രയും സമ്പത്തുകളെയും പ്രാപിക്കുന്നു. അന്യൻ പ്രാപിക്കുന്നില്ല, അത് ചൊല്ലാത്ത ആൾ പ്രാപിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനാൽ അർഗളാസ്തോത്രം പാരായണം ചെയ്യേണ്ടത് ദേവീ മാഹാത്മ്യത്തിൻ്റെ ഫലപ്രാപ്തിക്ക് അനിവാര്യമത്രേ. ദേവീ മാഹാത്മ്യം ചൊല്ലുന്നതിന് മുൻപ് തന്നെ, സപ്തശതീ മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് തന്നെ അർഗളാസ്തോത്രം പാരായണം ചെയ്യേണ്ടത് ഈ ദേവീ മാഹാത്മ്യത്തിൻ്റെയും സപ്തശതിയുടെയും എല്ലാം ഫലപ്രാപ്തിക്ക് അനിവാര്യമാണ് എന്ന് പറയുന്നു. അങ്ങനെ ഇത്രയും കൊണ്ട് ഈ അർഗളാസ്തോത്രം സമാപ്തം എന്നാണ് പറയുന്നത്. ശ്രീ ചണ്ഡികായൈ നമ. ഈ അർഗളാസ്തോത്രം ഇവിടെ തീരുകയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.